നമസ്കാരം. കേരളത്തിലെ മുസ്ലിം സമുദായത്തിനകത്ത് ഏറെ ഒച്ചപ്പാടൊന്നുമില്ലാതെ ഈ ആഴ്ചയിൽ കൊളുത്തപ്പെട്ട ഒരു പുതിയ വെളിച്ചത്തെക്കുറിച്ചാണ് ഇന്ന് എൻ്റെ വർത്തമാനം. ആ വെളിച്ചത്തിൻ്റെ ഒരു തെളിച്ചം കേരളത്തിലെ പൊതുസമൂഹം വേണ്ടത്ര മനസ്സിലാക്കി കാണില്ല. നമ്മളെപ്പോഴും കാണാറുണ്ട്, നമ്മുടെ മാധ്യമങ്ങളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനം അവയവദാനമാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യർ അവരുടെ രക്തം ദാനം ചെയ്യുന്നു. 2 വൃക്കകളിലൊന്ന് ബന്ധുക്കൾക്ക് ദാനം ചെയ്യുന്നു. കരളിൻ്റെ ഒരു കഷ്ണം ജീവിച്ചിരിക്കെ തന്നെ നമുക്ക് കരൾ ദീനം വന്ന് മരിക്കാൻ പോകുന്ന രോഗികൾക്ക് ദാനം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യർക്ക് അവരുടെ ജീവകോശങ്ങൾ ദാനം ചെയ്യാവുന്നതാണ്. 2 അവയവങ്ങളിൽ ഒന്ന് ദാനം ചെയ്താൽ ഒന്നുകൊണ്ട് തന്നെ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. മറ്റൊന്നുകൊണ്ട് 2 വൃക്കകളും തകർന്നു പോയ ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വൃക്ക കൊണ്ടും ജീവിക്കാൻ പറ്റും. ജീവദാനത്തിൻ്റെ ഏറ്റവും മഹത്തായ മാതൃകയാണത്. രണ്ടാമത്തെ ഒരു കാര്യം, മരിച്ചുപോയ മനുഷ്യർക്ക് മരണത്തിൻ്റെ തൊട്ടടുത്ത നിമിഷത്തിൽ അവരുടെ ശരീരത്തിലെ വിലപ്പെട്ട ജീവകോശങ്ങളെല്ലാം ദാനം ചെയ്യാൻ പറ്റും. മസ്തിഷ്കാഘാതം വന്ന് അല്ലെങ്കിൽ മസ്തിഷ്ക മരണം പ്രാപിച്ച രോഗികൾ ഏറ്റവും ചുരുങ്ങിയത് 10 പേർക്കെങ്കിലും ജീവൻ കൊടുക്കുന്നതിൻ്റെ ധാരാളം മാതൃകകൾ നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട്. എപ്പോഴും വൃക്കകൾ 2 പേർക്കായിട്ട് ദാനം ചെയ്യാൻ പറ്റും, കരൾ ദാനം ചെയ്യാൻ പറ്റും, കണ്ണുകൾ 2 പേർക്ക് വെളിച്ചമായി തീരും. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ കോശങ്ങളും, അകത്തുള്ള കോശങ്ങൾക്ക് പുറമേ കാൽമുട്ട് ഉൾപ്പെടെയുള്ള പുറമേയുള്ള കോശങ്ങളും ഒക്കെ ദാനം ചെയ്യാൻ പറ്റും. ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകയായി നമ്മൾ കാണിക്കുന്നതും ഒരുപക്ഷെ അവയവം മാറ്റിവെക്കാനുള്ള ശസ്ത്രക്രിയകൾ വളരെ ജനകീയമായി തീരുകയും അതിനുവേണ്ടിയുള്ള സംഭാവന പിരിച്ചെടുക്കലും അത്തരം സർജറികൾ നടത്തലും ഒക്കെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവാക്കളുടെ ജീവകാരുണ്യ പ്രവർത്തനമായി മാറുകയും ചെയ്തൊരു കാലമാണുള്ളത്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ? ഞാൻ എപ്പോഴും വളരെ വേദനയോടെ ഓർക്കുന്നൊരു കാര്യം, ഈ കൂട്ടത്തിൽ മുസ്ലിം പങ്കാളിത്തം വളരെ കുറവാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഏതാനും വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ചൊരു കണക്കനുസരിച്ച്, ഡൽഹിയിലെ അഖിലേന്ത്യാ തലത്തിലുള്ളൊരു കണക്കനുസരിച്ച് ഇന്ത്യയിൽ അവയവങ്ങൾ ദാനം ചെയ്യുന്ന സമുദായങ്ങൾ തിരിച്ച് കണക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു മുസൽമാൻ പോലും ആ പട്ടികയിലില്ല. മുസ്ലിങ്ങൾ അവയവങ്ങൾ ദാനം ചെയ്യുന്നില്ല, എന്നാൽ അവയവങ്ങൾ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ മുസ്ലിങ്ങൾ ഉണ്ട് താനും. അതിനർത്ഥം സ്വന്തം ജീവൻ അപകടത്തിലാവുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് അവയവങ്ങൾ സ്വീകരിക്കുന്ന മുസൽമാന്മാർ ഇതേ കാരുണ്യ പ്രവർത്തനം മറ്റുള്ളവർക്ക് വേണ്ടി നിർവഹിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് അതിനർത്ഥം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങളൊക്കെ ഏറെ ആശങ്കപ്പെട്ടിട്ടുണ്ട്, ആകുലപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും പലരും പല വേദികളിലും ഉന്നയിച്ചിട്ടുമുണ്ട്. അഖിലേന്ത്യാ തലത്തിലും അഖില ലോക തലത്തിലും ഒക്കെയുള്ള പ്രധാനപ്പെട്ട ഇസ്ലാമിക വേദികൾ, ഗ്രൂപ്പുകൾ ഒക്കെ ഇക്കാര്യത്തിൽ ഖണ്ഡിതമായ നിലപാടെടുക്കുകയും അവയവദാനം മുസ്ലിം കമ്മ്യൂണിറ്റിയും ഏറ്റെടുക്കേണ്ടതാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും. നിർഭാഗ്യവശാൽ ഇന്ത്യയിലും കേരളത്തിലുമുള്ള പണ്ഡിത സഭകൾ, മത സംഘടനകൾ, ആത്മീയ പ്രസ്ഥാനങ്ങൾ, നേതാക്കന്മാർ അതൊന്നും ഏറ്റെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ക്രിസ്ത്യൻ പാതിരിമാരിൽ പലരും സ്വന്തം വൃക്കകൾ ദാനം ചെയ്തുകൊണ്ട് മറ്റുള്ളവരോട് ദാനം ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വൃക്കകൾ ദാനം ചെയ്യുന്നതിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുമ്പോൾ മുസ്ലിം സമുദായത്തിലെ ഒരു പുരോഹിതൻ പോലും, ഒരു പണ്ഡിതൻ പോലും അത്തരത്തിലൊരു മാതൃക കാണിച്ചിരുന്നില്ല. ഈ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വലിയ തോതിൽ പണം പിരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ഉദാരമായ ഒരു സമൂഹമായിരിക്കെ തന്നെ സ്വന്തം അവയവങ്ങൾ ദാനം ചെയ്യുക എന്ന മഹത്തായ മാതൃകയിൽ മുസ്ലിങ്ങൾ ഒട്ടും ഉണ്ടായിരുന്നില്ല. വട്ടപൂജ്യമായിരുന്നു മുസ്ലിങ്ങളുടെ പങ്കാളിത്തം. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം മുസ്ലിം സമൂഹത്തിൻ്റെ മതപരമായൊരു ആശങ്കയായിരുന്നു. അത് ദൈവദത്തമായ ഒരു ശരീരം, ജീവൽ ശരീരം, അത് ജീവിച്ചിരിക്കുമ്പോഴായാലും മരിച്ചതിൻ്റെ പിറ്റേന്നായാലും അവയവങ്ങൾ ദാനം ചെയ്യുന്നത്, മാത്രമല്ല മരണത്തിൻ്റെ പിറ്റേന്ന് സ്വന്തം ശരീരം അപ്പാടെ മെഡിക്കൽ കോളേജുകൾക്ക് ദാനം ചെയ്യുന്നത്, അതൊന്നും മുസ്ലിം സമുദായത്തിൽ അത്യപൂർവമായ അനുഭവങ്ങളാണ്. ആകെ ദാനം വല്ലപ്പോഴും ചെയ്തിട്ടുള്ളത് ഈ സാമുദായികമായ വിശ്വാസപരമായ മണ്ഡലത്തിനൊക്കെ പുറത്ത് നിന്ന സ്വതന്ത്രരായ മതനിരപേക്ഷവാദികളായ വ്യക്തികൾ മാത്രമാണ് അപൂർവമായി മെഡിക്കൽ കോളേജുകൾക്ക് സ്വന്തം മൃതദേഹം ദാനം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഞാൻ ഒരു സന്തോഷം വെളിപ്പെടുത്താൻ എനിക്ക് വലിയ 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 ആഹ്ലാദമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തു. അത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രബലമായ വിഭാഗം സുന്നികളാണ്. സുന്നികളുടെ 2 പ്രധാനപ്പെട്ട സംഘടനകൾ സമസ്തയാണ്.
സമസ്ത എന്ന് പറയുന്നത് കാന്തപുരം ഉസ്താദിൻ്റെ വിഭാഗം AP വിഭാഗമെന്നും ഇപ്പുറത്ത് EK വിഭാഗമെന്നും അറിയപ്പെടുന്ന രണ്ട് സമസ്തകളുണ്ട്. സമസ്ത എന്ന ചുരുക്കപ്പേര് അറിയപ്പെടുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സഭയുടെ പേരിലാണ്. ആ സമസ്തയുടെ മുഷാവറാംഗം ഇപ്പോൾ രണ്ട് സമസ്തകൾ കഴിഞ്ഞ കുറേ കാലമായി രണ്ടായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അടുത്ത കാലത്തെ ഒരു പ്രതീക്ഷ അവർ രണ്ടു കൂട്ടരും അടുത്ത് വരുന്നുണ്ട്. കാന്തപുരം വിഭാഗവും ജിഫ്രി തങ്ങളുടെ വിഭാഗവും തമ്മിൽ അടുത്ത് വരുന്നുണ്ട്. അത് മറ്റൊരു വിഷയം. പക്ഷേ ഈ രണ്ട് വിഭാഗത്തിനും സ്വീകാര്യനായ ഒരു പണ്ഡിതൻ നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകവുമായി ഈ ആഴ്ച രംഗത്ത് വന്നു. കോഴിക്കോട്ടെ KP കേശവമേനോൻ ഹാളിൽ MP മുസ്തഫൽ ഫൈസി എന്ന EK വിഭാഗ സമസ്തയുടെ മുശാവറ അംഗമായ മഹാപണ്ഡിതൻ അദ്ദേഹം ഒരു പുതിയ പുസ്തകവുമായി രംഗത്ത് വന്നു. അവയവദാനം പ്രമാണങ്ങളിൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അവയവദാനത്തിൻ്റെ ആരോഗ്യശാസ്ത്രമല്ല, അവയവദാനത്തിൻ്റെ സാംസ്കാരിക പ്രശ്നങ്ങളല്ല, അവയവദാനത്തിൻ്റെ മാനവികമായ ഏകതയെക്കുറിച്ചല്ല. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഇല്ലാത്തത് ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രകാരം അവയവദാനം, സ്വന്തം ജീവകോശങ്ങൾ ഭൂമിയിലെ ഏത് മനുഷ്യനും ദാനം ചെയ്യുന്നത് ഒരു പുണ്യപ്പെട്ട പ്രവൃത്തിയാണ് എന്ന് മതവിശ്വാസികളായ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്ന ഒരു മതപണ്ഡിതൻ്റെ പുസ്തകം മലയാളത്തിൽ ആദ്യമായിട്ട് വരികയാണ്. MP മുസ്തഫൽ ഫൈസി എന്ന പണ്ഡിതൻ ഇമാതിരി മാനവികമായ ഉൾക്കാഴ്ചയോടുകൂടിയുള്ള മതപഠനങ്ങൾ, ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള രചനകൾ ധാരാളം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ധാരാളം. നിലവിളക്ക് കൊളുത്താമോ എന്ന ചോദ്യത്തിന് നിലവിളക്ക് അനിവാര്യമായും സംസ്കാരത്തിൻ്റെ ഒരു സ്നേഹമുദ്രയാണ് എന്ന് സ്ഥാപിക്കുന്ന, നിലവിളക്ക് കൊളുത്താം എന്ന് വ്യാഖ്യാനിച്ച് മതപ്രമാണങ്ങൾ വ്യാഖ്യാനിച്ച് പറഞ്ഞ പണ്ഡിതനാണ്. ധാരാളം. ഓണത്തിന് അന്യമതങ്ങളുടെ ആചാരങ്ങൾക്ക് പങ്കെടുക്കുന്നത് ഇസ്ലാമികമായി ശരിയാണോ എന്ന ചോദ്യത്തിന് സമ്പൂർണ്ണമായും ശരിയാണ് എന്ന് ഫത്വ നൽകിയ പണ്ഡിതനാണ്. ഇത്തരം ധാരാളം ചിത്രങ്ങൾ നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ ബാങ്കിലെ ഇടപാടുകൾ നടത്താമോ, പലിശ സ്വീകരിക്കാമോ തുടങ്ങിയ യാഥാസ്ഥികമായ ചോദ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ബാങ്കിങ് അനിവാര്യമാണ് എന്നും ബാങ്കിങ് അനുവദനീയമാണ് തുടങ്ങിയ ധാരാളം നിരീക്ഷണങ്ങൾ വ്യത്യസ്തമായ തലത്തിൽ നിന്നുകൊണ്ട് നടത്തിയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണ് ഇന്നലെ വന്നിരിക്കുന്ന പുസ്തകം. അവയവദാനം പുണ്യപ്രവൃത്തിയാണ്. സ്വന്തം അവയവങ്ങൾ ആർക്ക് ദാനം ചെയ്താലും, ഏതെങ്കിലും ഒരു മനുഷ്യന്, ആവശ്യമുള്ള ഒരു മനുഷ്യന്, മരണം കാത്തു കിടക്കുന്ന ഒരു മനുഷ്യന്, ജീവിച്ചിരിക്കുമ്പോഴോ മരണത്തിൻ്റെ ശേഷമോ അവയവങ്ങൾ ദാനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന പരമപ്രധാനമായൊരു പുണ്യകർമ്മമാണ് എന്ന് സ്ഥാപിക്കുന്ന പുസ്തകം വന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം കേരളത്തിൽ വലിയ മാറ്റം വരാൻ പോകുന്നു. കേരളത്തിൻ്റെ ജീവകാരുണ്യ രംഗത്ത്, ഞാനൊക്കെ സാംസ്കാരിക രംഗത്ത് എപ്പോഴും മനുഷ്യൻ്റെ ഒരുമയുടെ അടയാളമായി പറയാറുള്ളത് മനുഷ്യൻ സ്വന്തം ജീവകോശങ്ങൾ പറിച്ചു നടാൻ അനുവദിക്കുന്നു എന്നതാണ്. ആര്യ അന്തർജനത്തിൻ്റെ കണ്ണുകൊണ്ട് വെളിച്ചം കാണുന്ന അബ്ദുൽ ജബ്ബാർ എന്ന മുസൽമാനെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ സങ്കടപ്പെടാറുള്ളത്, ഒരു അബ്ദുൽ ജബ്ബാറിൻ്റെ കണ്ണുകൊണ്ട് ഒരു സുകുമാരനോ ഒരു മത്തായിക്കോ വെളിച്ചം കിട്ടിയത് കാണിച്ചു കൊടുക്കാനുള്ള മാതൃക നിർഭാഗ്യവശാൽ കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടായിരുന്നില്ല. ഇനി അത് സംഭവിക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും ആശാവഹമായൊരു കാര്യം. കേരളത്തിലെ ഏറ്റവും പ്രബല സുന്നികൾ കേരളത്തിലെ മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന വിഭാഗമാണ്. അവരുടെ പ്രബലമായ സംഘടനയുടെ ഏറ്റവും തലപ്പത്തുള്ള മഹാപണ്ഡിത സഭയുടെ അംഗമായ ഒരാൾ ഒരു പുതിയ വെളിച്ചവുമായി മലയാളത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങളുടെ അവയവങ്ങൾ പറിച്ച് ആവശ്യമുള്ള മനുഷ്യർക്ക്, ജീവിച്ചിരിക്കുമ്പോൾ സാധ്യമായ അവയവങ്ങൾ അങ്ങനെ, മരണത്തിൻ്റെ പിറ്റേന്നും അങ്ങനെ, നിങ്ങളുടെ മൃതദേഹം സമ്പൂർണ്ണമായി ആർക്കെങ്കിലും, കുട്ടികൾക്ക് പഠിക്കാനോ അല്ലാത്ത തരത്തിലോ സമ്പൂർണ്ണമായി ദാനം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും പുണ്യപ്പെട്ട കാര്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പുതിയ പാഠം കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിനകത്ത് നവോത്ഥാനത്തിൻ്റെ ഒരു പുതിയ വെളിച്ചം വന്ന് അണഞ്ഞിരിക്കുന്നുവെന്നും ഒരു പുതിയ തിരിനാളം വലിയ ജ്വാലയോടെ മുസ്ലിം സമുദായത്തിൻ്റെ അന്ധവിശ്വാസം നിറഞ്ഞ, ഇരുട്ട് നിറഞ്ഞ അകത്തളങ്ങളിൽ പ്രകാശിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന സന്തോഷം തീർച്ചയായും അത് മുസ്ലിം സമുദായത്തിന് മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ മുന്നേറ്റത്തിൽ, ഇന്ത്യയിലാകെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നടക്കാൻ പോകുന്ന വലിയ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കാൻ പണ്ഡിതന്മാർ പറയേണ്ടത് അവർ തന്നെയാണ് പറയേണ്ടത്. വിശ്വാസി സമൂഹത്തോട് ഞങ്ങളെപ്പോലുള്ളവർ പുറത്തുനിന്ന് പറയുന്നതല്ല. ഡോക്ടർമാർ നിർദ്ദേശിച്ചാൽ പോലും ഉസ്താദിനോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഖാദിമാരോട് ചോദിക്കട്ടെ എന്ന് പറയുന്നൊരു സമൂഹമാണ്. അതുകൊണ്ട് മതപണ്ഡിതന്മാർ, ആത്മീയ ആചാര്യന്മാർ പുതിയ കാലത്തെ
സമസ്യകൾക്ക് നൽകുന്ന ഉത്തരം, പുതിയ കാലത്തെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് നൽകുന്ന പരിഗണന, അത് മതപ്രമാണങ്ങൾ വെച്ച് സ്ഥാപിച്ച് സമർത്ഥിച്ച് പാവങ്ങളായ മതവിശ്വാസികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ സേവനം വളരെ വളരെ വലുതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സതുദ്യമത്തിന് എടുത്ത ഈ സൽക്കർമ്മത്തിന് മുൻകൈയെടുത്ത ആദരണീയനായ MP മുസ്തഫൽ ഫൈസി എന്ന മഹാപണ്ഡിതനെ ഞാൻ മനസ്സുകൊണ്ട് നമിക്കുന്നു. കേരളം അദ്ദേഹത്തെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന് അപേക്ഷിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.